Good evening, students. Today we are going to study the new drug Ferrum metallic. Ferrum metallicum. Ferrum metal എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഫെറമെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫെറമെറ്റ് ഈസ് അയൺ. അയൺ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഫെറത്തിന് നമ്മുടെ ബോഡിയിൽ തന്നെ, അയണിന് നമ്മുടെ ബോഡിയിൽ തന്നെ പല ഫിസിയോളജിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിനറലാണ് ഫെറം. അപ്പോൾ മെയിൻ ഫങ്ഷൻ ഓഫ് ഫെറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൻ പാർട്ടാണ് ഹീമോഗ്ലോബിൻ്റെ തന്നെ, ഓക്സിജൻ ക്യാരിങ് ഒക്കെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഫിസിയോളജിക്കലി ഇതിൻ്റെ അയണിൻ്റെ റോള് നമുക്കറിയാം. അപ്പോൾ ഇതുമായിട്ട് ഇപ്പോൾ അയൺ ഒരു ഡെഫിഷ്യൻ്റ് ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സിംറ്റംസാണ് കൂടുതലായിട്ടും നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഫെറമെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലയിൻസ് ഒക്കെ തന്നെ കഴിഞ്ഞാൽ അനീമിയ, വീക്ക്നെസ്, പ്രോസ്ട്രേഷൻ, ഇങ്ങനത്തെ കണ്ടീഷൻസിലാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രസൻറ്റേഷനാണ് എപ്പോഴും ഒരു അനീമിയ അല്ലെങ്കിൽ ക്ലോറോസിസ്, പെയിൽ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് നമ്മൾ ഫെറമെറ്റിൽ വരുന്നത്. അപ്പം ഫെറമെറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ പറയുന്നത് ദിസ് ഫെറമെറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ആക്ട്സ് പ്രീ എമിനൻ്റ്ലി അപ്പോൺ ബ്ലഡ് ഇൻ സച്ച് എ മാനർ ആസ് ടു പ്രൊഡ്യൂസ് എ ഡെബിലിറ്റേറ്റിംഗ് ആൻഡ് എ ഡിസോർഗനൈസിങ് എഫക്റ്റ് അപ്പോൺ ദ എൻറ്റയർ സിസ്റ്റം. Its special influence being exerted on the vegetative sphere as indicated by the symptoms. The leading expression of the drug is general exhaustion, weakness and anemia. അപ്പോൾ ഇതിൻ്റെ റീജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെറമെറ്റിൻ്റെ റീജൻസ് ഓഫ് അഫെക്ഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? മെയിനായിട്ട് ബ്ലഡ് ആൻഡ് സർക്കുലേഷനാണ്. ബ്ലഡിൽ വാസോമോട്ടോർ സിസ്റ്റത്തിൽ വരുന്നത് സർക്കുലേഷൻ, ബ്ലഡ് വെസൽസ്, പിന്നെ ഡൈജഷനകത്ത് ആക്ഷനുണ്ട്. പിന്നെ ഇതിനകത്ത് പറയുന്ന ഒരു സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു റൊമാറ്റിക് സിംറ്റംസ് ആണ്. അതിന് പ്രത്യേക മൊഡാലിറ്റിയാണ്. അപ്പോൾ അത് നമ്മൾ പഠിക്കും. അപ്പോൾ അതിനകത്ത് പ്രത്യേകമായിട്ട് പറയുന്ന ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊമാറ്റിസം ഓഫ് ലെഫ്റ്റ് ഡെൽറ്റയിലെ ലെഫ്റ്റ് ഷോൾഡറിലുള്ള റൊമാറ്റിസം. ലെഫ്റ്റ് ഷോൾഡർ റൊമാറ്റിസം എന്ന് പറയുന്നത് ഫെറമെറ്റാണ്. അതേപോലെ പറയുമ്പോൾ റൈറ്റ് ഷോൾഡർ റൊമാറ്റിസം എന്ന് പറയുന്നത് സാങ്കുനേറിയാണ്. മാറിപ്പോകരുത്. ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നതാണ് ഫെറമെറ്റ്, സാങ്കുനേറിയ ഈസ് റൈറ്റ് സൈഡ്. ലെഫ്റ്റ് ഷോൾഡർ ഈസ് ഫെറമെറ്റ് ആൻഡ് ദ റൈറ്റ് ഷോൾഡർ ഈസ് സാങ്കുനേറിയ. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഡ്രഗിൻ്റെ തെറാപ്യൂട്ടിക് റേഞ്ച് നോക്കുകയാണെങ്കിൽ ഇതിനെവിടേക്കാണ് തെറാപ്യൂട്ടിക്സിൽ അതിൻ്റെ ആക്ഷൻസ് കിട്ടുന്നത്? ഇപ്പോൾ തെറാപ്യൂട്ടിക് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഡ് എഫക്ട്സ് ഫ്രം ദ അബ്യൂസ് ഓഫ് ക്യുനൈൻ എന്ന് പറയുന്നത് നമ്മൾ വേറെയും ഡ്രഗ്സിൽ കേട്ടിട്ടുണ്ട്. അത് മെയിനായിട്ട് വരുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളത് സിങ്കോണയിലാണ്. ഈ സിങ്കോണ എന്ന് പറയുന്നത് ഈ ഫെറമെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള ഡ്രഗാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, സിങ്കോണയിലുള്ള പല സിംറ്റംസും നമുക്ക് ഈ ഫെറത്തിലും കാണാം. സിങ്കോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അനീമിയ, അങ്ങനത്തെ ഓൾ ദ കംപ്ലയിൻസ് ആസ് എ റിസൾട്ട് ഓഫ് ലോസ് ഓഫ് വൈറ്റൽ ഫ്ലൂയിഡ്. അതേപോലെ തന്നെ ഇവിടെ ഹെമറേജും ബ്ലീഡിങ്ങും ഒക്കെ തന്നെയാണ് ഫെറമെറ്റിലും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്താണ് ക്യുനൈൻ, അതേപോലെ ഈ ഫെറമെറ്റ് നമ്മൾ ഫീവറിന് യൂസ് ചെയ്യാറുണ്ട്. ഇൻ്റർമിറ്റൻറ്റ് ഫീവേഴ്സിന് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ അത് പിന്നെ ബാഡ് എഫക്ട്സ് ഫ്രം ദ അബ്യൂസ് ഓഫ് ക്യുനൈൻ, പിന്നെ ബാഡ് എഫക്ട്സ് ഓഫ് ടീ എന്ന് പറയുന്നത് ഡ്രിങ്കിങ്ങിൻ്റെ ബാഡ് എഫക്ട്സിൽ നമ്മൾ പൾസാറ്റിൽ കൊടുക്കുന്നുണ്ട്, സിങ്കോണയൊക്കെ വരുന്നുണ്ട്. അതേപോലെ ഇവിടെയും ബാഡ് എഫക്ട്സ് ഓഫ് ഇൻ്റർമിറ്റൻറ്റ് ഫീവർ, ഡ്രോപ്സി, ചൈന ഇമ്പോർട്ടൻറ്റ് മെഡിസിനാണ് ഡ്രോപ്സിക്ക്, പിന്നെ ഹെമറേജസ്, ഡിസ്പെപ്സിയ, അനീമിയ, ക്ലോറോസിസ്, പിന്നെ തൈസിസ്, ആസ്മ, ഹീമോപ്റ്റൈസിസ് എക്സെട്ര. അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷൻസിലാണ് നമ്മളിത് കൊടുക്കുന്നത്. ഇനി ഇത് എങ്ങനെയുള്ള ആൾക്കാരിൽ നമ്മളിത് അഡാപ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അഡാപ്റ്റ് ചെയ്യുന്നത് അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ എങ്ങനെയായിരിക്കും ഒരു ഫെറമെറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇൻ എ പേഴ്സൺ ഹൂ ദോ വീക്ക് ആൻഡ് നെർവസ് ഹാവ് എ വെരി റെഡ് ഫേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ പേഴ്സൺ ഹൂ ദോ വീക്ക് ആൻഡ് നെർവസ് ഹാവ് എ വെരി റെഡ് ഫേസ്. അതായത് പേഷ്യൻ്റ് ബേസിക്കലി വളരെ വീക്കും ഇതൊക്കെ ആയിരിക്കും. പക്ഷേ അയാളുടെ പ്രസൻറ്റ് ചെയ്യുന്ന നേരം പേഷ്യൻ്റ് നമ്മൾ പുറത്തുനിന്ന് ഒരാൾ നോക്കുന്ന നേരം കാണുന്നത് എന്തായിരിക്കും? നമ്മൾ കാണുന്നത് എന്തായിരിക്കും? അവർ നല്ല ചുമന്ന് കൊടുത്തിരിക്കുന്ന പോലെ തോന്നും. അപ്പോൾ നമ്മൾ കെൻസ് ലെക്ചേഴ്സിൽ ഇത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ഈ ഫെറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സെൻസിറ്റീവ് വുമൺ ഹൂ നീഡ്സ് ഫെറം ഹാസ് എ ഫ്ലഷ്ഡ് ഫേസ് ആൻഡ് ഈസ് ഓഫൺ കംപ്ലൈനിങ് ബിക്കോസ് ഷീ ഗെറ്റ്സ് നോ സിമ്പതി. അതായത് നമ്മൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ആൾക്കാരൊക്കെ കെയർ ചെയ്യുക, അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടല്ലോ. പക്ഷേ ഈ ഫെറം പേഷ്യൻറ്റിനെ സംബന്ധിച്ച് അവർക്ക് യാതൊരു വിധ കെയറിങ്ങും കിട്ടില്ല. കാരണം എന്താണ്, ഷീ ഈസ് വെരി വീക്ക് ആൻഡ് പ്രോസ്ട്രേറ്റഡ്. പിന്നെ എന്താണ്, എക്സ്റ്റേണലി ഷീ ലുക്സ് എന്താണ്, അവളുടെ എക്സ്റ്റേണൽ ലുക്സ് എപ്പോഴും ഒരു ഫ്ലഷ്ഡ് ഫേസ് ആയിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എ സെൻസിറ്റീവ് വുമൺ ഹൂ നീഡ്സ് ഫെറം ഹാസ് എ ഫ്ലഷ്ഡ് ഫേസ് ആൻഡ് ഈസ് ഓഫൺ കംപ്ലൈനിങ് ബിക്കോസ് ഷീ ഗെറ്റ്സ് നോ സിമ്പതി.
അവൾ സിക്കാണെങ്കിൽ പോലും മറ്റുള്ളവരുടെ ഒരു സിമ്പതി ഇവർക്ക് കിട്ടുന്നില്ല. കാരണം എന്താണ്, ആ പേഷ്യൻറ്റിനെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഫ്ലഷ് ആയിട്ടിരിക്കും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്കൊരു ഫോൾസ് പിക്ചറാണെന്നുള്ളത് തന്നെയാണ് നമ്മൾ സ്യൂഡോ പ്ലിതോറ എന്ന് പറയുന്നത്. അപ്പോൾ പേഷ്യൻറ്റ് വളരെ വീക്കും പ്രോസ്ട്രേറ്റഡ് ആണെങ്കിൽ ഇവരുടെ ലുക്സ് എപ്പോഴും വളരെ ഫ്ലഷ്ഡ് ആയിട്ടുള്ള നല്ല ചുമന്ന് തുടുത്തി നിൽക്കുന്ന ഒരു അപ്പിയറൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ഇതിന് ഇങ്ങനെ ചുമന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മൾ പ്ലിതോറ എന്ന് പറയും. അപ്പോൾ ഇവരെ സംബന്ധിച്ച് അത് ഫോൾസ് ആയിട്ടുള്ള ഒരു ഇതാണ് കാണിത്തരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരിലൊരു ഇതിനെ നമ്മൾ പറയും സ്യൂഡോ പ്ലിതോറ അല്ലെങ്കിൽ ഫോൾസ് പ്ലിതോറ എന്ന് പറയും. അതായത് അനീമിയ വിത്ത് ഗ്രേറ്റ് പെയിൽനെസ് ഓഫ് ഓൾ ദ മ്യൂക്കസ് മെംബ്രെയിൻ വിത്ത് എ സഡൻ ഫയറി റെഡ് ഫ്ലഷിംഗ് ഓഫ് ദ ഫേസ് വിത്ത് എ സഡൻ ഫയറി റെഡ് ഫ്ലഷിംഗ് ഓഫ് ദ ഫേസ്. ഇതാണ് അവരുടെ സിംറ്റം. പിന്നെന്താണ്, ഈ പേഷ്യൻറ്റിനെ സംബന്ധിച്ച് ഷീ ഡസ് നോട്ട് ലുക്ക് സിക്ക് യെറ്റ് ഷീ പഫ്സ് ഓൺ ഗോയിങ് അപ്സ്റ്റെയർ ആൻഡ് ഷീ ഫീൽസ് വീക്ക് ആൻഡ് വാണ്ട്സ് ടു ലൈ ഡൗൺ. ഇങ്ങനെയൊരു സിംറ്റമാണ്. എപ്പോഴും ക്ഷീണവും കിടക്കണം എന്നൊക്കെയുള്ള ചിന്തയായിരിക്കും. പക്ഷേ അവരുടെ അപ്പിയറൻസിൽ എപ്പോഴും നല്ല ഫ്ലഷ്ഡ് ആയിട്ട് നല്ല റെഡ് ഫേസൊക്കെ ആയിട്ടുള്ളൊരു അപ്പിയറൻസ്. അതുകൊണ്ട് തന്നെ എന്താണ് അവരെപ്പോഴും പറയുന്നത് എന്തായിരിക്കും, അവർ പറയുന്നത് എപ്പോഴും ഷീ ഓൾവേസ് കംപ്ലൈനിങ് ബിക്കോസ് ഷീ ഗെറ്റ്സ് നോ സിമ്പത്തി. അതാണ് സിംറ്റം. നെക്സ്റ്റ് കമ്മിങ് ടു ദ മെൻ്റൽ ജേർണൽസ്. അപ്പം ഫെറം പേഷ്യൻ്റ് മെൻ്റലി എങ്ങനെയായിരിക്കും? മെയിൻ ഫീച്ചർ ഓഫ് ഫെറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മെൻ്റലാണെങ്കിലും ഫിസിക്കലാണെങ്കിലും ഓവർ സെൻസിറ്റീവ്നെസ് ആണ്. അവർ എല്ലാത്തിനോടും ഓവർ സെൻസിറ്റീവാണ്. അതാണ് ഓവർ സെൻസിറ്റീവ്നെസ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ മെൻ്റലി ആണെങ്കിലും ഫിസിക്കലായിട്ടുള്ള അതിൻ്റെ ഒരു കീനോട് തന്നെ. കാരണം ഒരാൾ വീക്കും പ്രോസ്ട്രേറ്റഡ് ആകുമ്പോൾ തന്നെ അവരെന്തായിരിക്കും, അവരെ പുറത്തുനിന്നുള്ള എന്ത് എക്സ്റ്റേണൽ സാധനത്തിനോട് ഇവർ സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ മെൻ്റൽ ഫീച്ചർ ഓഫ് ഫെറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ pettish, quarrelsome, disputive and easily excited, least contradiction, ആംഗേഴ്സ്. അപ്പോൾ അനാകാർഡിയ, നെക്സോമിക്ക, സൾഫർ ഇങ്ങനത്തെയൊക്കെ പോലെ തന്നെയുള്ള സിംറ്റംസ് ഇവരുടെ എല്ലാം ഈ സിംറ്റംസ് തന്നെയാണ്. അതായത് ലീസ്റ്റ് കോൺട്രഡിക്ഷൻ ആംഗേഴ്സ്. ഒരാൾ ഒരു ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കത്തിന് വേറൊരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അതായത് പെറ്റിഷ് ആണ്, ക്വാറൽസം, ഡിസ്പ്യൂട്ടേറ്റീവ്, easily excited and least contradiction angers, and other medicines are anacardium, naxomica and sulfur. നെക്സ്റ്റ് സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസയർ ഫോർ സോളിറ്റ്യൂഡ്. ഇങ്ങനത്തെ ഈ ഒരു ക്വാറൽസം ഇങ്ങനത്തെ ഡിസ്പ്യൂട്ടീവ് ഒക്കെ നേച്ചറിലുള്ള ആളാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ അവരിൽ എന്തായിരിക്കും ഡിസയർ ഫോർ സോളിറ്റ്യൂഡാണ്. അതായത് ഡിസയർ ഫോർ സോളിറ്റ്യൂഡിൽ കുറേ മെഡിസിൻസ് ഉണ്ട്. അത് ഇഗ്നേഷ്യ, ആസിഡ് ഫോഴ്സ്, സെപ്പിയ. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഈ ആസിഡ് ഫോഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? ആസിഡ് ഫോഴ്സും വളരെ വീക്കായിട്ടുള്ള മെഡിസിനാണ്. അപ്പോൾ പൊതുവേ നമുക്ക് സുഖമില്ലാണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പേഷ്യൻ്റ് എപ്പോഴും എന്തായിരിക്കും ഇഷ്ടപ്പെടുന്നത്? എപ്പോഴും ഒരു സോളിറ്റ്യൂഡ് ഡിസയറാണ്. അപ്പോൾ ഡിസയർ ഫോർ സോളിറ്റ്യൂഡ്. നെക്സ്റ്റ് ഈസ് ആങ്സൈറ്റി ഫ്രം സ്ലൈറ്റ് കോസിലുള്ള ആങ്സൈറ്റി. വേറൊരു സിംറ്റം പല ടെക്സ്റ്റിലും കാണുന്നുണ്ട്. ദർ ഈസ് എ ഫീലിംഗ് ഓഫ് ഗിൽറ്റി ആസ് ഇഫ് ഷീ ഹാഡ് ഡൺ സം ക്രൈം. എന്തോ ക്രൈം ചെയ്ത പോലത്തെ ഒരു ഗിൽറ്റി ഫീലിംഗ് ഇവർക്ക് ഉണ്ടാവുക. ആക്ച്വലി ഇവർ ക്രൈം ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഒരു ആസ് ഇഫ് ഷീ ഹാഡ് കമ്മിറ്റഡ് സം ക്രൈം, അങ്ങനത്തെ ഒരു ഫീലിംഗ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ആങ്സൈറ്റി ഫ്രം സ്ലൈറ്റസ്റ്റ് കോസ്. ഇതാണ്. അപ്പോൾ മെൻ്റലി ഇവർ വളരെ ഓവർ സെൻസിറ്റീവായ പേഴ്സൺസ് ആയിരിക്കും. പെറ്റിഷ്, ക്വാറൽസം ആൻഡ് ഡിസ്പ്യൂട്ടേറ്റീവ്, ഈസിലി എക്സൈറ്റഡ്, ലീസ്റ്റ് കോൺട്രഡിക്ഷൻ അവർക്ക് ആംഗേഴ്സ്, ദെൻ ഡിസയർ ഫോർ സോളിറ്റ്യൂഡ്, ദെൻ ആങ്സൈറ്റി ഫ്രം സ്ലൈറ്റ് കോസ് എക്സെട്ര. പിന്നെ ഇവരിൽ കോൺട്രഡിക്ഷൻ അഗ്രവേഷനാണ്. കോൺട്രഡിക്ഷൻ ആംഗേഴ്സ്, അത് അനാകാർഡിയം, കോക്കുലസ്, ഇഗ്നേഷ്യ. അപ്പോൾ കുറേയൊക്കെ ഇഗ്നേഷ്യയുടെ സിംറ്റംസും ഇതിൽ വരുന്നുണ്ട്. ഇഗ്നേഷ്യയ്ക്ക് ഡിസയർ ഫോർ സോളിറ്റ്യൂഡ് ഉണ്ട്, പിന്നെ കോൺട്രഡിക്ഷൻ ആംഗേഴ്സ് ഇവരുടെ എല്ലാം. പക്ഷേ ഇവിടെ മെൻ്റൽ എക്സേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആണ്. ഫെറമെറ്റിനെ സംബന്ധിച്ച് മെൻ്റൽ എക്സേഷനാണ് അമിലറേഷൻ. അപ്പോൾ എന്തെങ്കിലും മെൻ്റൽ എക്സേഷൻ വായിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഇവർക്ക് ഈ പ്രശ്നങ്ങൾ ഈ കുറേയൊക്കെ ഇവരുടെ ആങ്കറും ഡിപ്രഷനും ഇതൊക്കെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ കോൺട്രഡിക്ഷൻ, ആങ്കേഴ്സ്, അതൊക്കെ തന്നെ അമിലറേഷൻ ബൈ മെൻ്റൽ എക്സേഷൻ. പിന്നെ ഇറിറ്റബിളാണ്, പറഞ്ഞു ഇറിറ്റബിൾ ആൻഡ് ഓവർ സെൻസിറ്റീവാണ്. അപ്പോൾ ഓവർ സെൻസിറ്റീവ്നെസ് എന്ന് പറയുന്നത് ഇതിൽ കാണിക്കുന്നത് സ്ലൈറ്റസ്റ്റ് നോയ്സിന് വരെ ഇവർ സെൻസിറ്റീവാണ്. ഈവൻ ടു ദ ക്രാക്ലിംഗ് ഓഫ് എ പേപ്പർ ഡ്രൈവ് ഹിം ടു ഡെസ്പെയർ. അപ്പോൾ നമ്മൾ പറയുന്നത് ഇവർ ഇറിറ്റബിളാണ്. ഇപ്പോൾ മെൻ്റലി ഇവർ ഡിസ്പ്യൂട്ടേറ്റീവാണ്. പിന്നെന്താണ്, ഇവർ ക്വാറൽസം ആണ്, പെറ്റിഷാണ്, പിന്നെ ഡിസയർ ഫോർ സോളിഡ്സ് ആൻഡ് ലീസ്റ്റ് കോൺട്രഡിക്ഷൻ, ആംഗേഴ്സ്, ഇറിറ്റബിലിറ്റി. അതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് ഓവർ സെൻസിറ്റീവിൻ്റെ ഒരു പിക്ചർ എന്ന് പറയുന്നത് വെച്ചാൽ അവർ ലീസ്റ്റ് നോയ്സിനോട് വരെ സെൻസിറ്റീവാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പെക്യുലറായിട്ട് പറഞ്ഞത് ദേ ആർ സെൻസിറ്റീവ് ഈവൻ ടു ദ ക്രാക്ലിംഗ് ഓഫ് എ പേപ്പർ. ഒരു പേപ്പർ ചുളുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സൗണ്ട്, അതിനോട് വരെ ഇവർ സെൻസിറ്റീവ് ആവുകയും ഇവർ ഇറിറ്റബിൾ ആവുകയും ചെയ്യും. ഇതേപോലെ തന്നെയുള്ള മറ്റ് മെഡിസിൻസ് ആണ് അസാരം ആൻഡ് ടറൻറ്റുല. ഈവൻ ടു ദ
എന്താണ് ക്രാക്ലിംഗ് ഓഫ് എ പേപ്പർ വിച്ച് ഡ്രൈ ഹിം ടു ഡെസ്പെയർ. പിന്നെ ഇത് ഫെറമെറ്റ് കൂടുതൽ സിംറ്റംസ് എന്താണ്, ഒരു ഫീമെയിൽ സിംറ്റംസ് ആണ് കൂടുതൽ, ലേഡീൻ്റെ സിംറ്റംസ് ആണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ലേഡീൻ്റെ ഫീമെയിൽ സിംറ്റംസ് പറയുമ്പോൾ വുമൻസിനെ വെച്ചിട്ടാണ് നമ്മളിത് സ്ട്രെസ് ചെയ്തിരിക്കുന്നത്. വിമൻ ഹു ആർ വീക്ക്, ഡെലിക്കേറ്റ് ആൻഡ് ക്ലോറോട്ടിക്. ഇപ്പോൾ അനീമിക് ആയിട്ടുള്ള പേഷ്യൻസ് ആണ്, വിമൻസിലാണ് കൂടുതലായിട്ട് ഇത് നമ്മൾ ഈ സിംറ്റത്തിൻ്റെ ഇതെല്ലാം കാണുന്നത്. അപ്പോൾ മെൻ്റൽ പിക്ചേഴ്സ് ഓർത്ത് വെക്കുക. മെൻ്റൽ എന്താണ്, വെയിലി അവർ ഓവർ സെൻസിറ്റീവാണ്, ഡിസ്പ്യൂട്ടേറ്റീവ് ആണ്, ക്വാറൽസം ആണ്, പെറ്റിഷ്, പിന്നെ ഡിസയർ ഫോർ സോളിഡ്സ് ആൻഡ് ഡിസയർ ഫോർ സോളിറ്റ്യൂഡ്. അതായത് ഇവരെ സംബന്ധിച്ച് കമ്പനി അവർക്ക് തീരെ പറ്റില്ല. അപ്പോൾ അവർക്ക് ഡിസയർ ഫോർ സോളിറ്റ്യൂഡാണ്. അതിൻ്റെ കൂടെ തന്നെ ലീസ്റ്റ് കോൺട്രഡിക്ഷൻ, ആങ്കേഴ്സ്. ആൻഡ് ഈ മെൻ്റൽ സിംറ്റംസിനെല്ലാം തന്നെ അമലറേഷൻ ബൈ മെൻ്റൽ എക്സേഷൻ. അപ്പോൾ എല്ലാ മെൻ്റൽ സിംറ്റംസ് എന്നൊക്കെ എന്ത് സിംറ്റംസ്, ഈ ഇറിറ്റബിലിറ്റി ഒക്കെ അമലറേറ്റഡ് ബൈ മെൻ്റൽ എക്സേഷൻ. ഇതാണ് ക്യാരക്ടറിസ്റ്റിക്. ഇറിറ്റബിലിറ്റി ആണെങ്കിൽ മെൻ്റൽ സിംറ്റംസ് ആണ്. ഓൾ ദി സിംറ്റംസ് ആർ അമലറേറ്റഡ് ബൈ മെൻ്റൽ എക്സേഷൻ. അതാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് അമലറേഷൻ ബൈ മെൻ്റൽ എക്സേഷനും. പിന്നെ ഹൈലി ഓവർ സെൻസിറ്റീവ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. ഈവൻ ടു ദ ക്രാക്ലിംഗ് ഓഫ് എ പേപ്പറാണ്, പേപ്പറിൻ്റെ ഒരു സൗണ്ടിനോട് വരെ ഇവർ സെൻസിറ്റീവ് ആവുകയാണ്. വിച്ച് ഡ്രൈവ് ഹിംസ് ടു ഡെസ്പെയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് വേറെ മെഡിസിനാണ് അസാരം ആൻഡ് ടെറൻഡുല. പിന്നെ അടുത്ത് നമ്മൾ ഫെറം എന്ന് ഞാൻ പറഞ്ഞു അനീമിക് ആയിട്ടുള്ള ഡ്രഗാണ്. അപ്പോൾ അതിൻ്റെ അനീമിക് ആകുമ്പോൾ തന്നെ ആ പേഷ്യൻറ്റിൽ എന്തുണ്ടാവും, കുറേ ഹെമറേജിൻ്റെ പിക്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഹെമറേജിൻ്റെ പിക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൊഫ്യൂസ് ഹെമറേജ് ഫ്രം എനി ഓർഗൻ, ഹെമറേജിക് ഡയാറ്റസിസ്, ഒരു ഹെമറേജിക് ആയിട്ടുള്ള ഡ്രഗ് തന്നെയാണ് ഫെറം. പിന്നെ എന്താണ്, ബ്ലഡ് ലൈറ്റ് വിത്ത് ഡാർക്ക് ക്ലോട്ട്സ് ആൻഡ് കോയാഗുലേറ്റ് ഈസിലി. അപ്പോൾ ഫെറത്തിൻ്റെ ഹെമറേജ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 പോയിൻറ്റ്സ് ആണ് ഇതിൻ്റെ അത് വരുന്നത്. അപ്പോൾ ഹെമറേജിക് ഡയാറ്റസിസ് ആണ്, ബ്ലഡ് ലൈറ്റ് ആണ്, കാരണം വാട്ടറി അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള ബ്ലഡ്. കാരണം എന്താണ്, ഇവരെ സംബന്ധിച്ച് അയൺ ഡെഫിഷ്യൻ്റ് ആണ്, അപ്പോൾ ഹീമോഗ്ലോബിൻ കണ്ടൻറ്റ് കുറവായിരിക്കും. അപ്പോൾ എന്താണ്, ബ്ലഡ് ഈസ് ലൈറ്റ് വിത്ത് ഡാർക്ക് ക്ലോട്ട്സ് പക്ഷേ ഡാർക്കാണ്, ലൈറ്റ് ബ്ലഡ് വിത്ത് ഡാർക്ക് ക്ലോട്ട്സ് വിച്ച് കോയാഗുലേറ്റ്സ് ഈസിലി. പിന്നെ ഇവരിൽ വരുന്ന ഹെമറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി ഹെമറേജ് ഫ്രം യൂട്രസ്, എസ്പെഷ്യലി ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ദ ക്ലൈമാട്രിക് പീരീഡ്. പിന്നെ വേറെ എണ്ണം പറയുന്നുണ്ട്, ഫെറം വിൽ ബി ഫൗണ്ട് ഓഫ് ഗ്രേറ്റ് വാല്യൂ വെൻ ദ സിംറ്റംസ് അഗ്രി ഇൻ ദാറ്റ് വണ്ടർഫുൾ അനീമിക് സ്റ്റേറ്റ് കോൾഡ് ഗ്രീൻ സിക്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം അനീമിയാണ്. ഗ്രീൻ സിക്നസ് ഒരു പച്ച നമ്മൾ പറയില്ല പിത്തം പിടിച്ച പോലെ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. എന്താണ് ഗ്രീൻ സിക്നസ്? അപ്പോൾ അനീമിക് സ്റ്റേറ്റ് കോൾഡ് ഗ്രീൻ സിക്നസ് ദാറ്റ് കംസ് ഓൺ വിത്ത് ഗേൾസ് അറ്റ് ദ ടൈം ഓഫ് പ്യൂബർട്ടി ആൻഡ് ഇൻ ദ ഇയേഴ്സ് ദാറ്റ് ഫോളോ ഇറ്റ്. അപ്പോൾ ഹെമറേജിനാണ് ഇമ്പോർട്ടൻറ്റ് മെഡിസിനാണ്. ഇപ്പോൾ പ്രൊഫ്യൂസ് ഹെമറേജസ് ആണ്, ഹെമറേജിക് ഡയാറ്റസിസ്. ഹെമറേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ഈസ് ലൈറ്റ് ആൻഡ് ഡാർക്ക് ക്ലോട്ടഡ് ബ്ലഡ് ആണ്, ആൻഡ് ബ്ലഡ് കോയാഗുലേറ്റ് ഈസിലി. പിന്നെ ഹെമറേജസ് ഫ്രം യൂട്രസ് എസ്പെഷ്യലി ഡ്യൂറിങ് ഓർ ആഫ്റ്റർ ക്ലൈമാട്രിക് പീരീഡ്. പിന്നെ നെക്സ്റ്റ് സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെറം ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റെമഡി ഇൻ കണ്ടീഷൻസ് കോൾഡ് ഗ്രീൻ സിക്നസ്. അതൊരു പെക്യുലിയർ ആയിട്ടുള്ള അനീമിക് സ്റ്റേജ് ആണ്, വിച്ച് ഇസ് സീൻ ഇൻ ഗേൾസ് അറ്റ് ദ ടൈം ഓഫ് പ്യൂബർട്ടി ആൻഡ് ഇൻ ദ ഇയേഴ്സ് ദാറ്റ് ഫോളോസ്. ഗ്രീൻ സിക്നസ് നമ്മൾ മോർണിംഗ് സിക്നസ് കേട്ടിട്ടുണ്ട്, അതെപ്പോഴാണ് ഉണ്ടാവുക മോർണിംഗ് സിക്നസ്? അത് നമ്മൾ പ്രഗ്നൻസിയിൽ കാണാം. അതേപോലെ ഇവിടെ കാണുന്ന ഒരു ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യൂബർട്ടിയിലുള്ള ഗേൾസ് ഉണ്ടാകുന്ന ഈ ക്ലോറോസിസും അനീമിയയ്ക്കും ഒക്കെ ഒരു പണ്ട് ഉപയോഗിച്ചൊരു ടേമാണ് ഗ്രീൻ സിക്നസ്. ഇപ്പോൾ ഹെമറേജ് ഓർക്കുക, ഹെമറേജ് ഫ്രം എവരി ഓറിഫൈസ് ആണ്, മൗത്ത്, നോസ്, എവിടുന്ന് എല്ലാ ഓറിഫൈസിൽ നിന്നുള്ള ഒരു ബ്ലീഡിംഗ് ആണ്. ബ്ലഡിൻ്റെ നേച്ചർ ഓർത്ത് വെക്കുക, ബ്ലഡ് ഈസ് ലൈറ്റ് ആൻഡ് ഈസ് ഈസിലി കോയാഗുലേറ്റിംഗ് ആൻഡ് ഡാർക്ക് ക്ലോട്ട്സ് ആയിരിക്കും, ലൈറ്റ് ബ്ലഡാണ് ആൻഡ് ഈസിലി കോയാഗുലേറ്റിംഗ് ആൻഡ് ബ്ലീഡിങ് ഫ്രം എവരി ഓറിഫൈസ്. ഇമ്പോർട്ടൻ്റ് ആണ് ബ്ലീഡിങ് ഫ്രം എവരി ഓറിഫൈസ്. ഇപ്പോൾ ഈ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ പേഷ്യൻറ്റിന് എന്തുണ്ടാവും, അതിൻ്റെ കൂടെ കൺജഷൻസ് ഉണ്ടാവും. അപ്പോൾ കൺജസ്റ്റീവ് ആയിട്ടുള്ള സ്റ്റേജിൽ നമുക്ക് പലപ്പോഴും ഇങ്ങനെ ഒരു ത്രോബിങ് ആയിട്ടുള്ള സെൻസേഷൻ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഈ ഫെറത്തിനകത്ത് നമുക്ക് കിട്ടുന്ന സെൻസേഷൻ എന്ന് പറഞ്ഞാൽ ഹാമറിങ് സെൻസേഷനാണ്. ഒരു ഹാമറിങ് അല്ലെങ്കിൽ ത്രോബിങ് പൾസേറ്റിംഗ് ടൈപ്പ് ഓഫ് പെയിൻ ആയിരിക്കും. അതായത് ലോക്കൽ കൺജഷൻ ആൻഡ് ഇൻഫ്ലമേഷൻ വിത്ത് ഹാമറിങ് പൾസേറ്റിംഗ് പെയിൻസ്, വെയിൻസ് ഫുൾ, ഫ്ലഷ്ഡ് ഫേസ് ഓൾട്ടർനേറ്റ് വിത്ത് പെയിൽനെസ്. ഞാൻ പറഞ്ഞു ദ പേഷ്യൻറ്റ് ഓൾദോ ഷീ ലുക്സ് വെരി ഫ്ലഷ്ഡ്, ദ പേഷ്യൻറ്റ് ഈസ് വെരി വീക്ക് ആൻഡ് പ്രോസ്ട്രേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവരിൽ നമ്മൾ പറഞ്ഞതാണ് സ്യൂഡോ പ്ലിത്തോറ. അതായത് അപ്പിയറൻസ് ഭയങ്കര റെഡിഷ് ആയിരിക്കും, പക്ഷേ ഇവർ അനീമിക്കാണ്. അതുകൊണ്ടാണ് സ്യൂഡോ പ്ലിത്തോറ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ലോക്കലായിട്ട് കൺജഷൻസ് ഉണ്ടാവും. കൺജഷൻസ് ഫെൽറ്റ് ഈ വെയിൻസിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിൻസ് എല്ലാം ഇങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റും, ഫുള്ളായിട്ട് നിൽക്കുന്ന പോലെ തോന്നും. പിന്നെ ഫ്ലഷ്ഡ് ഫേസ് ഓൾട്ടർനേറ്റ് വിത്ത് പെയിൽനെസ്, ഹാമറിങ് ടൈപ്പ് ഓഫ് സെൻസേഷൻ ഉണ്ടാവും, ഹാമറിങ് സെൻസേഷൻ.
പിന്നെ ഇവരിൽ പറയുന്നത് ഇവരുടെ GIT ഞാൻ പറഞ്ഞു കൂടുതൽ ആക്ഷൻ ഉള്ളത് ബ്ലഡിലും GITയിലും പിന്നെ കുറച്ച് ഫീമെയിൽ ട്രാക്റ്റിലും പിന്നെ റുമാറ്റിസം. ഇതാണ് ഫെറമെറ്റിൽ ചോദിക്കുക. അപ്പോൾ അതിൻ്റെ ഹെമറേജ് പിന്നെ ഫെറമെറ്റിൻ്റെ ഹെമറേജ് ചോദിക്കാം, പിന്നെ ഇതിൻ്റെ GIT സിംറ്റംസ് ചോദിക്കാം, ഇതിൻ്റെ ഫീമെയിൽ സിംറ്റംസ് ചോദിക്കാം, ഇതിൻ്റെ റുമാറ്റിസം ചോദിക്കാം. അപ്പോൾ ഇതിൻ്റെ ഹങ്കർ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആപ്പറ്റൈറ്റ് എന്നുവെച്ചാൽ വളരെ ഇൻക്രീസ്ഡ് ഹങ്കർ, അല്ലെങ്കിൽ കനൈൻ ഹങ്കർ ഓൾട്ടർനേറ്റ് വിത്ത് കംപ്ലീറ്റ് ലോസ് ഓഫ് ആപ്പറ്റൈറ്റ്. അതായത് ഭയങ്കര ക്രേവിങ് ഫോർ ഫുഡൊക്കെ കാണിക്കും, പക്ഷേ അതിൻ്റെ അതേ സമയം തന്നെ ഇവർക്ക് റെപ്യൂജൻസ് ഫോർ ഫുഡാണ്. അതായത് അപ്പം തന്നെ ഫുഡ് വേണ്ടാന്ന് തോന്നുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ഓൾട്ടർനേറ്റീവ് സ്റ്റേജാണ്. അതായത് ലോസ് ഓഫ് അപ്പറ്റൈറ്റ് ഇങ്ങനെ മാറിയിട്ട് അത് എന്തായിട്ട് മാറും, കനൈൻ ഹങ്കർ. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഈ ഒരു സ്റ്റേജ് കാണുന്നൊരു ഡ്രഗാണ് ഫെറമെറ്റ്. അപ്പോൾ കനൈൻ ഹങ്കർ ഓൾട്ടർനേറ്റ് വിത്ത് കംപ്ലീറ്റ് ലോസ് ഓഫ് ആപ്പറ്റൈറ്റ്. പിന്നെ ഈ കനൈൻ ഹങ്കറിനൊരു പ്രത്യേകത പറയുന്നുണ്ട്. ഡബിൾ ദ എമൗണ്ട് ഓഫ് എൻ ഓർഡിനറി മീൽ ഇൻ ദ ഈവനിങ് വാസ് ഹാർഡ്ലി സഫിഷ്യൻറ്റ്. ഡബിൾ ദ എമൗണ്ട് ഓഫ് എൻ ഓർഡിനറി മീൽ ഇൻ ദ ഈവനിങ് വാസ് ഹാർഡ്ലി സഫിഷ്യൻറ്റ്. അതായത് ഇവർക്ക് ഈവനിങ്ങിലാണ് ഭയങ്കര ആപ്പറ്റൈറ്റ്, കനൈൻ ഹങ്കർ, ഇത്രയും വിശപ്പ് ഇവർക്ക് ഫീൽ ചെയ്യുന്നത് ഈവനിങ്ങിലാണ്. സാധാരണ കഴിക്കുന്ന മീൽസിൻ്റെ ഇരട്ടി നമ്മൾ ഈവനിങ്ങിൽ കഴിച്ചാലും ഇവർക്ക് അത് സഫീഷ്യൻ്റ് ആയിട്ട് ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ്. ഡബിൾ ദ എമൗണ്ട് ഓഫ് എൻ ഓർഡിനറി മീൽ ഇൻ ദ ഈവനിങ് വാസ് ഹാർഡ്ലി സഫിഷ്യൻറ്റ്. അതാണ് സിംറ്റം. അപ്പോൾ ഇതിനകത്ത് 2 കണ്ടീഷൻ പറയാം. കനൈൻ ഹങ്കർ ഉണ്ടാവും, അതേസമയം തന്നെ ഇവർക്ക് എന്തുണ്ടാവും, കംപ്ലീറ്റ് ലോസ് ഓഫ് അപ്പറ്റൈറ്റും വരും. പിന്നെ ഇവരിൽ ഈ കനൈൻ ഹങ്കർ ഉള്ള ടൈമിൽ ഈവനിങ് ടൈമിൽ ഇവർക്ക് ഇവിടെ എല്ലാ GIT സിംറ്റംസും അഗ്രവേറ്റ് ചെയ്യുന്നത് നൈറ്റിലാണ് ഇവർക്ക് വോമിറ്റിംഗ്, നൈറ്റിലാണ് ഡയറിയ, അതേപോലെ തന്നെ നൈറ്റിലാണ് ഇവരുടെ ഹങ്കർ വരുന്നത്. അപ്പോൾ ഇവിടെ ഇവർക്ക് ഈ അഗ്രവേഷൻ എന്ന് പറയുന്നത് നൈറ്റിലുമാണ്, അതേപോലെ അഗ്രവേഷൻ ഡ്യൂറിങ് ഈറ്റിംഗ് ഇവർക്ക് അഗ്രവേഷനാണ്. അപ്പോൾ അതേപോലെ നൈറ്റ് ഇവർക്ക് അഗ്രവേഷൻ. അപ്പോൾ ഇവരിൽ ഈ ഒരു ഡബിൾ ദ എമൗണ്ട് ഓഫ് എൻ ഓർഡിനറി മീൽ ഇൻ ദ ഈവനിങ് വാസ് ഹാർഡ്ലി സഫിഷ്യൻ്റ് എന്നാണ് പറയുന്നത്. കനൈൻ ഹങ്കർ ഉള്ള സമയത്താണ്. അല്ലാത്ത സമയത്ത് ഇവർക്ക് എന്താണ്, കംപ്ലീറ്റ് ലോസ് ഓഫ് അപ്പറ്റൈറ്റ് ആണ്. അതിൻ്റെ അവേർഷൻ ടു ഓൾ കൈൻഡ് ഓഫ് ഫുഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവേർഷൻ ടു ഓൾ കൈൻഡ് ഓഫ് ഫുഡ്. അതിനകത്ത് മെയിനായിട്ട് പറയുന്നത് മിൽക്ക്, മീറ്റ്, എഗ്സ് ആണ്. അതിനകത്ത് എഗ്സ് ഇവർക്ക് എഗ് ഇൻടോളറൻസ് ആണ്. പക്ഷേ ഇതിനകത്തൊരു പ്രത്യേകത ഉണ്ട്, ദേ ഹാവ് ഗോട്ട് ക്രേവിങ് ഫോർ ബ്രെഡ് ആൻഡ് ബട്ടർ. അതായത് നമ്മൾ നാട്ടർമൂറിൽ കാണുന്നതിൻ്റെ ഒരു ഓപ്പോസിറ്റ് പിക്ചർ. നാട്ടർമൂറിനെ സംബന്ധിച്ച് ബ്രെഡും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവേർഷനാണ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റ്, മിൽക്ക് അതൊക്കെയാണ് ഇവർക്ക് അവേർഷൻ. പിന്നെ പറയുന്നുണ്ട് അവേർഷൻ ടു ഓൾ കൈൻഡ് ഓഫ് ഫുഡിലും നമ്മൾ ഫെറം പഠിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ വരുന്നത് നമ്മൾ പറഞ്ഞു ഇതിൽ കൂടുതലും സിംറ്റംസ് നൈറ്റിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ എന്താണ്, റീഗർജിറ്റേഷൻ ഓർ ഇറക്റ്റേഷൻ ഓർ വോമിറ്റിംഗ് ഓഫ് ഫുഡ് അറ്റ് നൈറ്റ്. പിന്നെ ഇതിനകത്ത് പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സ്റ്റൊമക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ലൈക്ക് എ ലെതർ ബാഗ്. അതായത് ഇവർ കഴിക്കുന്ന സാധനം ഇതേപോലെ സ്റ്റോർ ചെയ്യും. ഡേ ടൈമിൽ കഴിച്ചതെല്ലാം സ്റ്റോർ ചെയ്തിട്ട് നൈറ്റിൽ ഇതേപോലെ തന്നെ വോമിറ്റ് ചെയ്യും. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇൻഡൈജഷൻ നടക്കാത്ത അവസ്ഥ. അതായത് സ്റ്റൊമക്ക് ഈസ് ലൈക്ക് എ ലെതർ ബാഗ്. അവിടെ പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല. ഒരു ബാഗിനകത്ത് ഇത് സൂക്ഷിച്ചു വെക്കുന്നു, രാത്രിയാകുമ്പോൾ ഇത് ഇതേപോലെ പുറത്തേക്ക് കളയുന്നുള്ള ഒരവസ്ഥ. റീഗർജിറ്റേഷൻ ഓർ ഇറക്റ്റേഷൻ ഓർ വോമിറ്റിംഗ് ഓഫ് ഫുഡ് അറ്റ് നൈറ്റ് ദാറ്റ് ഹാസ് സ്റ്റേഡ് ഇൻ ദ സ്റ്റൊമക്ക് ഓൾ ദ ഡേ. അൺഡൈജറ്റഡ്. പിന്നെ അതിൻ്റെ കൂടെ പിന്നെ വൊമിറ്റിങ്ങിനെ പോലെ തന്നെ ഇവിടെ ഡയറിയ ഉണ്ട്. അതും നൈറ്റ് ടൈമിലാണ്. അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റൂളായിരിക്കും. പിന്നെ എന്താണ്, പെയിൻലെസ് ഡയറിയ. നമ്മൾ പോഡോഫിലം പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അവിടെ പെയിൻലെസ് ഡയറിയാണ്. ഇതും പെയിൻലെസ് ഡയറിയാണ്. ഫോസ്ഫോറിക് ആസിഡ് പെയിൻലെസ് ഡയറിയാണ്. കുറേ ഡ്രഗ്സ് ഉണ്ട് പെയിൻലെസ് ഡയറിയാണ്. ഇവിടെ പെയിൻലെസ് ഡയറിയാണ്, അൺഡൈജസ്റ്റഡ് ആയിരിക്കും, നൈറ്റിലാണ്. ഇവരുടെ ഈ വോമിറ്റിങ്ങിനൊരു പ്രത്യേകത നമ്മൾ കീനോട്ടിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഡിന്നർ ടൈമിൽ ഇവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇവർക്ക് ഈ നോസിയും വോമിറ്റിംഗ് ഒക്കെ വരുന്നത്. പക്ഷേ ഇതിനകത്തൊരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെറത്തിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് എൻ എക്സെപ്ഷൻ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എക്സെപ്ഷൻ ടു ഫൈൻഡ് നോസിയ ഇൻ ഫെറം. ദ ഫുഡ് ഗോസ് ഇൻ ദ സ്റ്റൊമക്ക് ആൻഡ് ഈസ് വോമിറ്റഡ് വിത്തൗട്ട് നോസിയ എന്നാണ്. അതായത് ഛർദ്ദിക്കുന്ന മാത്രമേ അതിനകത്ത് മറ്റേ നോസിയ ഇല്ല. നമ്മൾ എപ്പിക്കാക്കിലാണെങ്കിൽ എക്സോമിക്കലൊക്കെ നോസിയ ഉണ്ട്. പക്ഷേ ഫെറമെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വായിലേക്ക് ഇടുന്നു, അത് മൗത്ത് ഫുള്ളായിട്ട് റീഗർജിറ്റേറ്റ് ചെയ്ത് കളയുക, ആ ഒരു കണ്ടീഷൻ. അത് ഫോസ്ഫറസിലുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെയുള്ള സിംറ്റം കാണുന്നത് ഫോസ്ഫറസിലാണ്. ദർ ഈസ് എൻ എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ വോമിറ്റിംഗ് ഈസ് വിത്തൗട്ട് നോസിയ. അതാണ് സിംറ്റം. വോമിറ്റിംഗ് ഈസ് വിത്തൗട്ട് നോസിയ. Food goes into the stomach and is vomited without nausea and is simply emptied out. Sometimes there is irritations of food by mouthful which is seen in other drug like phosphorus.
ഫോസ്ഫറസിലാണ് ഇങ്ങനെ വായ നിറച്ച് ഇങ്ങനെ ഛർദ്ദിച്ച് കളയുന്നത്. അവർക്ക് നോസിയ ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഇവർ ദേ ഹാവ് ഗോട്ട് ഗുഡ് ആപ്പറ്റൈറ്റ്. അതായത് ഇവർ വോമിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്തായിരിക്കും, ദേ വിൽ റിട്ടേൺ ടു ദ ടേബിൾ ആൻഡ് ഡൈനിങ് ടേബിൾ ആൻഡ് ദേ വിൽ ഹാവ് ദെയർ ഡിന്നർ. അങ്ങനെയാണ്. അപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോയി അത് ഈവൻ നോസിയ പോലും ഇല്ലാണ്ട് പോയി ഛർദ്ദിക്കുക. ആ വോമിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ദേ വിൽ ഹാവ് ദെയർ ഫുഡ്. അതിനകത്ത് അവർക്ക് ഒരു അപ്പറ്റൈറ്റ്, ലോസ് ഓഫ് അപ്പറ്റൈറ്റ് ഒന്നുമില്ല. അവർക്ക് ആ ഹങ്കർ അപ്പോഴും ഉണ്ടാവും. അത് ദേ വിൽ ടേക്ക് ഇനഫ് ഫുഡ്. അങ്ങനെയാണ് ഫെറം പേഷ്യൻ്റ്. പിന്നെ റെഡ് ഫേസ്, ഞാൻ പറഞ്ഞല്ലോ റെഡ് ഫ്ലഷ്ഡ് ഫേസ് ആയിരിക്കും. പിന്നെ ഫീവറിലാണെങ്കിൽ എല്ലാത്തിലും ഇവർക്കൊരു റെഡ് ഫേസ് ആണ്. ഇനി ഇതിൻ്റെ മൊഡാലിറ്റി ഭയങ്കര ക്യാരക്ടറിസ്റ്റിക് ആണ്. എന്താണെന്ന് വെച്ചാൽ റസ്റ്റ് അഗ്രവേഷനാണ്. ഫെറമറ്റ് പേഷ്യൻറ്റിന് റസ്റ്റ് സിംപ്ലി സിറ്റിംഗ്, അതല്ലെങ്കിൽ റസ്റ്റ് അഗ്രവേഷനാണ്. അതുകൊണ്ട് തന്നെ അമിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിലറേഷൻ മോഷനാണ്. പക്ഷേ എന്താണ് മോഷൻ ഒരു പ്രത്യേകത ഉണ്ട്, അമിലറേറ്റഡ് ബൈ സ്ലോ മോഷനാണ്. സ്ലോ മോഷൻ, അതല്ലേ വാക്കിംഗ് സ്ലോലിയാണ് ഇവരുടെ എല്ലാ സിംറ്റത്തിനും റിലീഫാണ്. ഇപ്പോൾ ഹെഡ് ഏക്ക്, ഇപ്പോൾ ഹാമറിങ് ടൈപ്പ് ഓഫ് ഹെഡ് ഏക്ക്, കൺജസ്റ്റീവ് ഹെഡ് ഏക്ക്, എന്ത് തരം പെയിൻ ആണെങ്കിലും, ഇപ്പോൾ റുമാറ്റിസ് ആണെങ്കിലും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോ മൂവ്മെൻറ്റ്, അമിലറേഷൻ ബൈ സ്ലോ മൂവ്മെൻറ്റ്. അതായത് ഇതേപോലെ നമുക്ക് കിട്ടുന്ന ഒരു വേറെ മെഡിസിൻ പൾസാറ്റിലാണ്. മോഷനകത്ത് അമിലറേഷൻ, ഇങ്ങനെ മോഷൻ അമിലറേഷൻ. ഫെറമറ്റിന് കുറേ സിംറ്റം ഉണ്ട്, അത് പൾസാറ്റിലിനെ പോലെ നമുക്ക് തോന്നും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പൾസാറ്റിലേക്ക് എന്താണ് വാംത്ത്, എന്താണ് അഗ്രവേഷനാണ്. പക്ഷേ ഫെറമറ്റിനെ സംബന്ധിച്ച് വാംത്ത് റിലീഫാണ്. ഫെറമറ്റിന് വാംത്ത് റിലീഫാണ്, പൾസാറ്റിലേക്ക് വാംത്ത് അഗ്രവേഷനാണ്. അതാണ് അത് തമ്മിലുള്ള ഡിസ്ക്രിമിനേഷൻ. പൾസാറ്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും എന്താ പഠിച്ചിട്ടുള്ളത്, ഈ അയൺ ടോണിക്കിൻ്റെ ഓവർ യൂസ് വരുന്ന കണ്ടീഷൻസിൽ നമ്മൾ കൊടുക്കുന്നതിന് അതിനൊരു ആൻറ്റിഡോട്ട് പോലെ കൊടുക്കുന്ന മെഡിസിനാണ് പൾസാറ്റില. അപ്പോൾ അയൺ ടോണിക് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ് ഫെറം. അപ്പോൾ ഫെറത്തിൻ്റെ ഓവർ ഡ്രഗിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫെറം ആണെങ്കിലും ക്യുനൈൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന മെഡിസിനാണ് പൾസാറ്റില. അപ്പോൾ മൊഡാലിറ്റീസ് അഗ്രവേഷൻ ആഫ്റ്റർ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് ആൻഡ് വൈൽ അറ്റ് റെസ്റ്റ് അഗ്രവേഷനാണ്. അമിലറേഷൻ ഫ്രം മോഷൻ ക്യാരക്ടറിസ്റ്റിക് എന്താണ്, മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോ വാക്കിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. സ്ലോ മോഷൻസ് ആണ് അമിലറേഷൻ, സ്ലോ വാക്കിംഗ്, എസ്പെഷ്യലി സ്ലോ വാക്കിംഗ്. അപ്പോൾ മൊഡാലിറ്റീസ് അഗ്രവേഷൻ ആഫ്റ്റർ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് ആൻഡ് വൈൽ അറ്റ് റെസ്റ്റ്, പിന്നെ എസ്പെഷ്യലി സിറ്റിംഗ് സ്റ്റിൽ, അമിലറേഷൻ ബൈ വാക്കിംഗ് സ്ലോലി അറൗണ്ട്. ഇവരുടെ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് ഇവരുടെ ഫേസിലേക്ക് പോകാം. എന്താണ് ഫേസിൻ്റെ അപ്പിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഷി പെയിൽ ഓർ ഗ്രീനിഷ് ഫേസ് വിത്ത് പെയിൻ ഓർ അതർ സിംറ്റം, ദ ഫേസ് ബിക്കം ബ്രൈറ്റ് റെഡ് ആയിട്ട് മാറും. അത് ഞാൻ പറഞ്ഞു ഫോൾസ് പ്ലിത്തോറ, ആ ടേമാണ് ഓർക്കേണ്ടത്. ഫോൾസ് പ്ലിത്തോറ അല്ലെങ്കിൽ സ്യൂഡോ പ്ലിത്തോറ. ദ ലീസ്റ്റ് മോഷൻ ഓർ എക്സേഷൻ കോസസ് റെഡ് ഫ്ലഷ്ഡ് ഫേസ്. ഇങ്ങനെ ലീസ്റ്റ് മോഷൻ വരുമ്പോഴത്തേനും അങ്ങനെ ഒത്തിരി ഫ്ലഷ്ഡ് ഫേസ് വരുന്ന വേറെ മെഡിസിൻസ് ഉണ്ട്. അതിൽ അമൈൽ നൈട്രോസം, കാൽക്കേരിയ ആഴ്സ്. അപ്പോൾ ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീസ്റ്റ് ഇത് കാണുമ്പോഴത്തേനും തന്നെ ഇവർക്ക് ഒത്തിരി ഇങ്ങനെ ഫ്ലഷ്ഡ് ആയിട്ടുള്ള ഫേസാണ്. അമൈൽ നൈട്രോസത്തിനാണ് പ്രധാനമായിട്ട് ഇങ്ങനെ ഫ്ലഷിങ് ആൻഡ് ബ്ലഷിങ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മെഡിസിനാണ് ഇത് ഫെറം. പിന്നെന്താണ് റഷ് ഓഫ് ബ്ലഡ് ടു ഹെഡ്, വെയിൻസ് ഓഫ് ദ ഹെഡ് സ്വോളൻ ആൻഡ് ഫ്ലഷസ് ഓഫ് ഹീറ്റ് ഇൻ ദ ഫേസ്. ഞാൻ പറഞ്ഞപ്പോൾ ഇവിടെ ഇവിടുത്തെ കഞ്ചഷൻ വിത്ത് എ ഹാമറിങ് അല്ലെങ്കിൽ ത്രോബിങ് ടൈപ്പ് ഓഫ് പെയിൻ ആണ്. ഇനി ഗ്രേറ്റ് പെയിൽനെസ് ഓഫ് മ്യൂക്കസ്, ഈ മൊത്തത്തിൽ ഇവർക്ക് ഡൈനീമിക്കാണ്. അതുകൊണ്ട് തന്നെ ഗ്രേറ്റ് പെയിൽനെസ് ഓഫ് മ്യൂക്കസ് മെംബ്രെയിൻ, എസ്പെഷ്യലി ദാറ്റ് ഓഫ് ദ കാവിറ്റി ഓഫ് ദ മൗത്ത്. പിന്നെന്താണ് നമ്മുടെ മൊഡാലിറ്റി നേരത്തെ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യാണ്. ഓൾവേസ് ബെറ്റർ ഫ്രം വാക്കിംഗ് അബൌട്ട് ആൻഡ് നോട്ട് വിത്ത്സ്റ്റാൻഡിങ് ദ വീക്ക്നെസ് ഒബ്ലീഗ്സ് ദ പേഷ്യൻറ്റ് ടു ലൈ ഡൗൺ. പേഷ്യൻറ്റ് ഭയങ്കര വീക്ക്നെസ് ആയതുകൊണ്ട് തന്നെ ഡിസൈഡ് ടു ലൈ ഡൗൺ ആണെങ്കിൽ പോലും ഇവർക്ക് സിറ്റിങ് ഭയങ്കര അഗ്രവേഷനാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, സ്ലോ മോഷൻസ് ഗിവിങ് അമിലറേഷൻ. ഇനി ഇവരുടെ ഫീമെയിൽ സിംറ്റംസ് ഞാൻ പറഞ്ഞായിരുന്നു, മറ്റ് സാധനങ്ങളെല്ലാം പറഞ്ഞ പോലെ. ഹെമറേജിനുള്ള ഇമ്പോർട്ടൻറ്റ് മെഡിസിനാണ്. അപ്പോൾ മെൻസസിൻ്റെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻസസ് ഈസ് പ്രൊഫ്യൂസ് ആയിരിക്കും, ഈസ് ടു എയർലി പ്രൊഫ്യൂസ് ആൻഡ് ടു ലോങ് ലാസ്റ്റിംഗ്. ഇത് നെക്സോമിക്കൽ നമ്മൾ പഠിക്കുന്ന പോലത്തെ സിംറ്റമാണ്, കാൽക്കരി കാർബിലൊക്കെ ഉണ്ട്. ടു എയർലി, ടു പ്രൊഫ്യൂസ് ആൻഡ് ടു ലോങ് ലാസ്റ്റിംഗ് വിത്ത് ഫയറി റെഡ് ഫേസ്. അപ്പോൾ മെൻസസ് ഇമ്പോർട്ടൻ്റ് ആണ്. മെൻസസ് ടു എയർലി, ടു പ്രൊഫ്യൂസ് ആൻഡ് ടു ലോങ് ലാസ്റ്റിംഗ്. ഇത് മറ്റ് ഡ്രഗ്സിലെല്ലാം ഉണ്ട്. പക്ഷേ ഫെറമറ്റ് ആകുമ്പോൾ എന്താണ് അതിൻ്റെ കൂടെ ഒരു സിംറ്റം കൂടെ ആഡ് ചെയ്യണം, വിത്ത് എ ഫയറി റെഡ് ഫേസ്. കാരണം എന്താണ്, അവിടെ സ്യൂഡോ പ്ലിത്തോറ, അതായത് ഫോൾസ് ആയിട്ടുള്ള ഒരു പ്ലിത്തോറി കാണിക്കുകയാണ്. ബേസിക്കലി ദ പേഷ്യൻറ്റ് ഈസ് വെരി വീക്ക് ആൻഡ് വെരി വീക്കാണ്, അനീമിക്കാണ്, പ്രോസ്ട്രേറ്റഡ് ആണ്. ബട്ട് ഷീ ലുക്സ് വെരി ബ്ലസ്ഡ്. നെക്സ്റ്റ് അനീമിയയ്ക്ക് ഉണ്ടാകുന്ന സിംറ്റം തന്നെ നമുക്കിതിൽ കാണാം. റിങ്ങിങ് ഇൻ ഇയേഴ്സ്. പിന്നെന്താണ് റിങ്ങിങ് ഇൻ ഇയേഴ്സ് ആണ്. പിന്നെ ബ്ലഡ് ഫ്ലോയുടെ ക്യാരക്ടറിസ്റ്റിക് ഞാൻ പറഞ്ഞു, ബ്ലഡ് ഈസ് വെരി ലൈറ്റ്, ഡാർക്ക് ക്ലോട്ട്സ് ആൻഡ് ബ്ലഡ് കോയാഗുലേറ്റ് ഈസിലി. ഇവിടെ ആണെങ്കിലും നമ്മൾ വാട്ടറി ആൻഡ് ഡെബിലിറ്റേറ്റിംഗ് എന്നാണ് പറയുന്നത്. അതായത് മെൻസസിൻ്റെ ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻസസിൻ്റെ ബ്ലഡ് അത്രയും ലൈറ്റ് കളർ, അതായത് ദേ ഓൾമോസ്റ്റ് ലുക്ക് വാട്ടറി.
അതാണ് അപ്പോൾ മെൻസസിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഇതും എഴുതണം. എന്താണ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൽ, വാട്ടറി ആൻഡ് ഡെബിലിറ്റേറ്റിംഗ്. ഫ്ലോ ഈസ് പെയിൽ ഞാൻ നേരത്തെ പറഞ്ഞ അനീമിയാണ്. പിന്നെ വാട്ടറി അത്രയും ലൈറ്റ് ആയിട്ടുള്ളതാണ്. പെയിൽ, വാട്ടറി ആൻഡ് ഈസ് ഡെബിലിറ്റേറ്റിംഗ്. പിന്നെ അതിൻ്റെ അനീമിയയുടെ ഒത്തിരി ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ കാണുന്ന അനീമിയയുടെ ഒരു സിംറ്റം ആണ് എന്താണ്, റിങ്ങിങ് ഇൻ ഇയേഴ്സ്. ചെവിക്കകത്ത് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ വെല്ലടിക്കുന്ന പോലെ തോന്നും. അതാണ് റിങ്ങിങ് ഇൻ ഇയേഴ്സ്. അത് അനീമിയുള്ള എല്ലാത്തിലും ഉള്ള ഒരു കോമൺ സിംറ്റം ആണ് റിങ്ങിങ് ഇൻ ഇയേഴ്സ്. ഇനി ഞാൻ പറഞ്ഞ ഇവരുടെ GIT പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവരുടെ കുറേ ഡിസയേഴ്സ് ആൻഡ് അവേർഷൻസ്. അതിൽ കനൈൻ ഹങ്കേഴ്സ് വിത്ത് അതിൻ്റെ കൂടെ തന്നെ എന്ത് വരും, വിത്ത് കംപ്ലീറ്റ് ലോസ് ഓഫ് അപ്പറ്റൈറ്റ്. ഇതാണ് ഇവർ കാണുന്നത്. കനൈൻ ഹങ്കർ ഉണ്ടാവും, അതിൻ്റെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് കംപ്ലീറ്റ് ലോസ് ഓഫ് അപ്പറ്റൈറ്റ്. ആ കംപ്ലീറ്റ് ലോസ് ഓഫ് അപ്പറ്റൈറ്റിൻ്റെ ടൈമിൽ ഇവർക്ക് എങ്ങനെയാണ്, ദേ ഹാവ് ഗോട്ട് അവേർഷൻ ഫോർ ഓൾ കൈൻഡ് ഓഫ് ഫുഡ്, എസ്പെഷ്യലി മീറ്റ്, മിൽക്ക്, എഗ്സ് ഇൻടോളറൻസും കൂടിയാണ്. എഗ്ഗ് ഇൻടോളറൻസ്. അപ്പോൾ എഗ്ഗ് കഴിച്ച് കഴിഞ്ഞാൽ ഡയറിയ വരെ ഉണ്ടാവാം. പക്ഷേ ഇവർക്ക് ഡിസയർ ചെയ്യുന്ന ആകെ 2 3 സാധനം എന്ന് പറഞ്ഞാൽ അന്നപ്പത്തെ സമയങ്ങളിൽ ദേ ഡിസയർ ഫോർ ബ്രെഡ് ആൻഡ് ബട്ടർ. മീറ്റ് ഡിസഗ്രീസ് ആണ്. മീറ്റ് ഡിസഗ്രീസ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ ഓപ്പോസിറ്റ് ഓഫ് നാട്രമൂർ. പിന്നെ അവർ അക്കസ്റ്റംഡ് ആയിട്ട് അവർക്ക് ടീ ഡ്രിങ്കേഴ്സും ഒക്കെ ആയിരിക്കും, ബിയറൊക്കെ കഴിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ ഇവർക്ക് ഈ ഒരു സ്റ്റേജ് ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും, അവർക്ക് അതിനോടെല്ലാം അവേർഷൻ ഉണ്ടായിരിക്കും. ബിയർ ഓർ ടീ ഓൾസോ ഡിസഗ്രീസ്. പിന്നെ ഞാൻ പറഞ്ഞു സ്റ്റൊമക്കിനകത്ത് സ്റ്റൊമക്ക് ഈസ് ലൈക്ക് എ ലെതർ ബാഗ്. സ്റ്റൊമക്ക് ഈസ് ലൈക്ക് എ ലെതർ ബാഗ്. അതായത് ഡേ ടൈമിൽ കഴിച്ച ഫുഡെല്ലാം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു, എന്നിട്ട് നൈറ്റ് ആകുമ്പോൾ അത് അതേപോലെ വോമിറ്റ് ചെയ്ത് കളിയാണ്. വോമിറ്റിംഗ് ഈസ് ഹാസ് ഗോട്ട് എ ക്യാരക്ടേഴ്സ് ദാറ്റ് വോമിറ്റിംഗ് ഈസ് വിത്തൗട്ട് നോസിയ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ബീങ് വോമിറ്റഡ് സിംപ്ലി. അതായത് വിത്തൗട്ട് നോസിയ അതിങ്ങനെ പുറത്തേക്ക് വോമിറ്റ് ചെയ്ത് കളയാണ്. വോമിറ്റിംഗ് ഇൻ മൗത്ത് ഫുൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വോമിറ്റിംഗ് ഇൻ മൗത്ത് ഫുൾ, വോമിറ്റിംഗ് വിത്തൗട്ട് നോസിയ. പക്ഷേ വോമിറ്റിംഗ് ഈസ് ഫോളോഡ് ബൈ ഹങ്കറാണ്. അതുകൊണ്ട് തന്നെ വോമിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പേഷ്യൻ്റ് നന്നായിട്ട് ഫുഡ് കഴിച്ചുള്ളൂ, അവർക്കതൊരു പ്രോബ്ലം അല്ല. എസ്പെഷ്യലി ഈ വോമിറ്റിംഗ് എല്ലാം കാണുന്നത് നൈറ്റ് ടൈമിലാണ്. പിന്നെ അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള പിന്നെ ഡയറിയ. വോമിറ്റിംഗ് കഴിഞ്ഞാൽ അടുത്തത് അതിൻ്റെ ഡയറിയാണ്. അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ കാണാം. പിന്നെ പെയിൻലെസ് ടൂൾസ് അറ്റ് നൈറ്റ് ഓർ വൈൽ ഈറ്റിംഗ് ഓർ ഡ്രിങ്കിങ്. ഈറ്റിംഗ് ഓർ ഡ്രിങ്കിങ് ഇവർക്ക് അഗ്രവേഷനാണ്. ഈറ്റിംഗ് ഓർ ഡ്രിങ്കിങ്ങിൽ അഗ്രവേഷനുള്ള മെഡിസിൻ തന്നെയാണ് ചൈന, ക്രോട്ടൺ ഡിഗ്, ബ്രയോണിയ, അങ്ങനത്തെ കുറേ മെഡിസിൻസിനെല്ലാം തന്നെ ഈ സിംറ്റംസ് ഉണ്ട്. ആൾസാൽബിനൊക്കെ ഈറ്റിംഗ് ഓർ ഡ്രിങ്കിങ് അഗ്രവേഷനാണ്. പിന്നെ ജനറലായിട്ട് പറയുമ്പോൾ ഗ്രേറ്റ് വീക്ക്നെസ് അനീമിയയുടെ സിംറ്റംസ് ആണ്. ഗ്രേറ്റ് ഇമാസിയേഷൻ, വീക്ക്നെസ് എമൗണ്ടിങ് ടു പാരാലിസിസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗ്രേറ്റ് ഇപ്പോൾ ഇപ്പോൾ ഫെറത്തിൻ്റെ അനീമിയയുടെ പിക്ചർ ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സ്യൂഡോ പ്ലിത്തോറയൊക്കെ എഴുതാം. അതിൻ്റെ കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൂടെ അനീമിയയുടെ കുറേ കോമൺ സിംറ്റംസ് നമുക്ക് കിട്ടും. ഗ്രേറ്റ് ഇമാസിയേഷൻ, ഇപ്പോൾ പേഷ്യൻറ്റിന് വളരെ ഇമാസിയേറ്റഡ്, ഗ്രേറ്റ് ഇമാസിയേഷൻ, വീക്ക്നെസ് എമൗണ്ടിങ് ടു പാരാലിസിസ്, വളരെ വീക്കായിരിക്കും. അത് ഓൾമോസ്റ്റ് ആ പേഷ്യൻ്റ് ഒരു പാരലൈസ്ഡ് സ്റ്റേജ് പോലെ നമുക്ക് തോന്നും. ഈവൻ ദോ പേഷ്യൻ്റ് വീക്കാണെങ്കിൽ പോലും അവരിൽ റെസ്റ്റ്ലെസ് നമുക്ക് കാണാൻ പറ്റും. കാരണം എന്താണ്, അവർക്ക് സിറ്റിംഗ് അഗ്രവേഷനാണ്, അമിലറേഷൻ ഓൺലി ബൈ മോഷൻ, എസ്പെഷ്യലി സ്ലോ മോഷനാണ്. അതുകൊണ്ട് തന്നെ വീക്ക്നെസ് എമൗണ്ടിങ് ടു പാരാലിസിസ്, റെസ്റ്റ്ലെസ്നെസ് ഇൻ ദ അഫക്റ്റഡ് ലിംസ്. അത് കാണുന്നത് റെസ്റ്റ്ലെസ് ആയിട്ടുള്ള മെഡിസിൻസ് ആണ് റെസ്റ്റോക്സ് ആൻഡ് സിംഗമെറ്റ്, ഫിഡ്ജറ്റി, റെസ്റ്റ്ലെസ് ഓഫ് ദ ലോവർ എക്സ്ട്രീമിറ്റീസ് എപ്പോഴും പറയുന്നതാണ്. പിന്നെ ക്രാക്ലിംഗ് ഇൻ ദ ജോയിൻറ്റ്സ്, അതായത് ഡ്രൈനസ്. പിന്നെ ഫെറത്തിൽ എല്ലായിടത്തും ഒരു ഡ്രൈനസ് പറയുന്നുണ്ട്. അപ്പോൾ ഈ ജോയിൻറ്റിലുള്ള ഡ്രൈനസ് കൊണ്ടാണ് ക്രാക്ലിംഗ് ഇൻ ദ ജോയിൻറ്റ്സ്. ഇതേപോലെ ഡ്രൈനസ് പറയുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വജൈനാണ്. വജൈനൽ ഡ്രൈനസ് ഉണ്ട്, ജോയിൻറ്റ്സിൽ ഡ്രൈനസ് ഉണ്ട്. അതുകൊണ്ട് ക്രാക്ലിംഗ് ഇൻ ദ ജോയിൻറ്റ്സ്. പിന്നെ ഇവരുടെ ഈ വീക്ക്നെസ് തന്നെയാണ് കൂടുതലായിട്ടും പറയുന്നത്. ഡിസ്പോസിഷൻ ടു ലാംഗർ ആൻഡ് റെസ്റ്റ് ഓൺ അക്കൗണ്ട് ഓഫ് ഇൻറ്റേർണൽ വീക്ക്നെസ്. ഇവർക്ക് വാക്കിംഗ് ഇൻ ദ ഓപ്പൺ എയർ ഗ്രേറ്റ്ലി അഫക്ട്സിങ്. പിന്നെന്താണ്, പ്രൊഡ്യൂസസ് എ ഫോൾസ് പ്ലിത്തോറ, ഞാൻ പറഞ്ഞു സ്യൂഡോ പ്ലിത്തോറ, ആൻഡ് ഇറഗുലർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബ്ലഡ് വിത്ത് ഹെഡ് ഏക്ക്, നോസ് ബ്ലീഡ്, ഡിസ്നിയ, എല്ലാം വരില്ല, കഞ്ചഷൻ. ഇതുകൊണ്ടാണ് ഈ സിംറ്റംസ് ഒക്കെ. അനീമിയയുടെ കുറേ സിംറ്റംസ് ഉണ്ട്. പിന്നെ ചിൽസ് അല്ലെങ്കിൽ ഫീവർ വിത്ത് റെഡ് ഫേസ് ആണ്. ഫീവർ വിത്ത് റെഡ് ഫേസ്. പിന്നെന്താണ്, ഇവർക്ക് ഓവർ ഡ്രഗിങ്. നമ്മൾ നേരത്തെ അതിൻ്റെ തെറാപ്യൂട്ടിക് റേഞ്ച് പറഞ്ഞപ്പോൾ തന്നെ എന്താണ്, ഫ്രോം ബാഡ് എഫക്ട്സ് ഓഫ് ക്യുനൈൻ്റെ ബാഡ് എഫക്ട്സ്. വേറെ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ കൊടുക്കുന്നതാണ്, പൾസാറ്റിലേക്ക് കൊടുക്കാറുണ്ട്. ബാഡ് എഫക്ട്സ് ഓഫ് ക്യുനൈൻ. ഇനി വോമിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ റിപ്പീറ്റേഷനാണ്. വോമിറ്റിംഗ് ഓഫ് ഇൻജസ്റ്റ ആഫ്റ്റർ എവരി കഫ്. കഫ് കഴിഞ്ഞിട്ടുണ്ടാകുന്ന വോമിറ്റിംഗ്. ഓരോ കഫ് ഫോളോ ചെയ്തിട്ടും, അതല്ലെങ്കിൽ കഫ് എൻസ് ഇൻ വോമിറ്റിംഗ് അല്ല, ഓരോ കഫ് ഒരു കഴിഞ്ഞ ഉടനെ തന്നെ ഇവർ വോമിറ്റ് ചെയ്യും. വോമിറ്റിംഗ് ഓഫ് ഇൻജസ്റ്റ ആഫ്റ്റർ എവരി കഫ്. വേറെ മെഡിസിൻസ് നെക്സോമിക്ക, എപ്പിക്കാക്ക്, ബ്രയോണിയ. ഇതാണ് വോമിറ്റിംഗ് ഓഫ് ഇൻജസ്റ്റ ആഫ്റ്റർ എവരി കഫ്. ഞാൻ പറഞ്ഞു റുമാറ്റിസം, ഫസ്റ്റിലേ പറഞ്ഞു റുമാറ്റിസം ക്യാരക്ടറിസ്റ്റിക് ആയിട്ടൊരു സ്പെഷ്യൽ ഒരു ലൊക്കേഷൻ പറയുന്നത്, അതായത് ലെഫ്റ്റ് ഷോൾഡർ റുമാറ്റിസം. റുമാറ്റിക് പെയിൻസ് ഇൻ ദ ലെഫ്റ്റ് ഡെൽറ്റോയിഡ് മസിൽസ്. റുമാറ്റിക് പെയിൻ ഇൻ ദ ലെഫ്റ്റ് ഡെൽറ്റോയിഡ് മസിൽസ്. റൈറ്റ് സൈഡ് ആണെങ്കിൽ സാങ്ക്വിനേറിയ, ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ആണ് ഫെറമെറ്റ്.
ഇനി നമ്മൾക്ക് പറയേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം തന്നെയാണ് നമ്മൾ പറഞ്ഞ പെർമെറ്റിന് ഒരു പ്രത്യേകം ഞാൻ പറയുന്നത് എന്തായിരുന്നു, അതിനൊരു ഓവർ സെൻസിറ്റീവ്നെസ് ഉണ്ട്. എന്താണ് ഓവർ സെൻസിറ്റീവ്? ഈവൻ ടു ദ ക്രാക്ലിംഗ് ഓഫ് എ പേപ്പർ ആണ് പറഞ്ഞത്. ഈവൻ ടു ദ ക്രാക്ലിംഗ് ഓഫ് എ പേപ്പർ വിച്ച് ഡ്രൈവ്സ് ഹിം ടു ഡെസ്പെയർ. അതേപോലെ തന്നെ മൈൻഡിൻ്റെ കൂടെ തന്നെ പറയേണ്ട അതിൻ്റെ സെൻസോറിയത്തിൽ വരുന്നതാണ് വെർട്ടേഗോ. വെർട്ടേഗോ എന്ന് പറയുന്നത് എങ്ങനെയാണ്? വെർട്ടേഗോ സ്വതവേ ഇതിനകത്ത് വെർട്ടേഗോ ഓൺ ഗോയിങ് ഡൗൺ ഹിൽ, താഴോട്ട് പോകുമ്പോൾ നമുക്ക് എപ്പോഴും ഉള്ളതാണ്. നമ്മളിപ്പോൾ വലിയൊരു സാധനത്തിന് മുകളിൽ നിന്ന് ഇപ്പോൾ ഈ റൈഡ്സിലൊക്കെ താഴേക്ക് വരുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ഉണ്ട്. അതന്നെ. അപ്പോൾ എന്താണ് വെർട്ടേഗോ ഓൺ ഗോയിങ് ഡൗൺ ഹിൽ ഓർ വെർട്ടേഗോ ഓൺ ക്രോസിങ് വാട്ടർ, ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്ന സമയത്തൊക്കെ വെർട്ടേഗോ ഓൺ ക്രോസിങ് വാട്ടർ ഈവൻ ദോ ദ വാട്ടർ ബി സ്മൂത്ത് എന്നാണ് പറയുക. അതായത് ഇമ്പോർട്ടൻ്റ് ആണ്. വെർട്ടേഗോ ഓൺ ഗോയിങ് ഡൗൺ ഹിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെറമെറ്റാണ്. വെർട്ടേഗോ ഓൺ ഗോയിങ് അപ്പ് ഹിൽ, അതല്ലെങ്കിൽ അസെൻഡിങ്ങിൽ അഗ്രവേഷനുള്ള മെഡിസിൻ കാൽക്കേരിയ കാർബാണ്. അസെൻഡിങ്ങിൽ അഗ്രവേഷൻ കാൽക്കേരിയ കാർബാണ്. ഡിസെൻഡിങ്ങിലാണ് വെർട്ടേഗോ എന്ന് പറയുന്നത്, അതായത് മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെറമെറ്റാണ്. വെർട്ടേഗോ ഓൺ ഗോയിങ് ഡൗൺ ഹിൽ ഓർ ഓൺ ക്രോസിങ് വാട്ടർ, ബ്രിഡ്ജൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ വിത്ത് എ ബാലൻസിങ് സെൻസേഷൻ, ഇങ്ങനെ ഇങ്ങനെ കുലുങ്ങുന്ന നമ്മൾ ഈ നൂൽപ്പാലത്തിലൊക്കെ കയറിയുള്ള അവസ്ഥ അതാണ്. വിത്ത് എ ബാലൻസ്, വെർട്ടേഗോ വിത്ത് എ ബാലൻസിങ് സെൻസേഷൻ, വെർട്ടേഗോ വിത്ത് എ ബാലൻസിങ് സെൻസേഷൻ. അപ്പോൾ വെർട്ടേഗോ ഇമ്പോർട്ടൻ്റ് ആണ്. വെർട്ടേഗോ ഓൺ ഗോയിങ് ഡൗൺ ഹിൽ ഓർ ഓൺ ക്രോസിങ് വാട്ടർ ഈവൻ ദോ ദ വാട്ടർ ബി സ്മൂത്ത്. ഞാൻ അനീമിയുടെ കൂടെ പറഞ്ഞ കുറച്ച് സിംറ്റം തന്നെയാണ്. എന്താണ്? റെഡ് പാർട്സ് ബിക്കം വൈറ്റ്, അതായത് ലിപ്സ്, ഫേസ്, ടങ്, അതെല്ലാം റെഡ് ആയിട്ടുള്ള പാർട്സ് എല്ലാം തന്നെ വൈറ്റ് ആയിട്ട് അപ്പിയർ ചെയ്യും. റെഡ് പാർട്സ് ബിക്കം വൈറ്റ്. പിന്നെ മെൻസസിൻ്റെ സിംറ്റംസ് മെട്രേജിയ വിത്ത് റെഡ് ഫേസ് ആൻഡ് വെയിൻസ് എപ്പോഴും സ്വെള്ളനായിരിക്കും, ആ ഒരു ഫുൾനെസ് കാണിക്കാം. വെയിൻസിലെല്ലാം ഫുൾനെസ്, കഞ്ചഷൻ ആൻഡ് ഫുൾനെസ് ഈസ് സീൻ ഇൻ വെയിൻസ്. പിന്നെ മെൻസസിന് ഒരു പ്രത്യേകത ഇൻ്റർമിറ്റൻറ്റ് ഫ്ലോ ആയിരിക്കും. അത് പൾസാറ്റിലുണ്ട് ഇൻ്റർമിറ്റൻറ്റ്. ദ മെൻസസ് ഇൻ്റർമിറ്റൻറ്റ് ഫോർ ഫ്യൂ ഡേയ്സ്. ഇതിനകത്ത് മെൻസസ് ഇൻ്റർമിറ്റൻറ്റ്, അപ്പോൾ നമ്മൾ പറഞ്ഞു ബ്ലീഡിങ് എങ്ങനെയാണെന്ന് പെയിൽ ആൻഡ് വാട്ടറി ആണ്. പക്ഷേ ഇവിടെ ലൂക്കോറിയയ്ക്ക് ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂക്കോറിയ ഈസ് മിൽക്കി ആൻഡ് കൊറോസീവ്. ലൂക്കോറിയ ഈസ് മിൽക്കി ആൻഡ് കൊറോസീവ്. പിന്നെ എന്താണ്? ഹെഡേക്ക് ആഫ്റ്റർ മെൻസസ്. ഇനി കമ്മിങ് ടു ദ കോൺസ്റ്റിപ്പേഷനിൽ വരുന്നത് കോൺസ്റ്റിപ്പേഷൻ ഫ്രം ഇൻറ്റസ്റ്റൈനൽ അട്ടോണി, സ്റ്റൂൾ ഹാർഡ് ആൻഡ് ഡിഫിക്കൽട്ട് ഫോളോഡ് ബൈ ബാക്ക് ഏക്ക് ഓർ ക്രാമ്പിംഗ് പെയിൻ ഇൻ ദ റെക്റ്റം. കൂടുതലായിട്ടും ഫെറമെറ്റിൽ എപ്പോഴും ഡയറിയ ആണ് എടുത്തത്. അതായത് ഡയറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്ടേണൽ ഡയറിയ ആണ്. നൈറ്റിലാണ് ഡയറിയ ഉണ്ടാകുന്നത്. ഡയറിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഒത്തിരി സാധനങ്ങളുണ്ടാവും. അൺഡൈജസ്റ്റഡ് ആൻഡ് പെയിൻലെസ് ഡയറിയ ആണ്. ഇനി കോൺസ്റ്റിപ്പേഷൻ ഫ്രം ഇൻറ്റസ്റ്റൈനൽ അട്ടോണി വിത്ത് കോൺസ്റ്റിപ്പേഷൻ്റെ പിന്നെ വിത്ത് എന്താണ് അതിൽ ഫോളോഡ് ബൈ ബാക്ക് ഏക്ക്. ഇതേപോലെ തന്നെയുള്ള ഏസ്കുലസിന് പറയാറുണ്ട്. എന്ന് വെച്ചാൽ ഈ സേക്രോപിബിക്കലിൻ്റെ ഏരിയയിലൊക്കെ ഭയങ്കര പെയിൻ ഉള്ളൊരു ഡ്രഗാണ്. ലംബോസേക്രൽ ആർട്ടിക്കുലേഷൻ്റെ അവിടെ ഭയങ്കര പെയിനാണ് ഏസ്കുലസ്. അതേപോലെ തന്നെ ബാക്ക് ഏക്കുള്ള മെഡിസിനാണ് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെറമെറ്റ്. അപ്പോൾ ഏസ്കുലസിനും ഇതേപോലെ ബാക്ക് ഏക്കും കോൺസ്റ്റിപ്പേഷനും ഉണ്ട്. ഇവിടെയും എന്താണ് കോൺസ്റ്റിപ്പേഷൻ ഫോളോഡ് ബൈ ബാക്ക് ഏക്ക് ഓർ ക്രാമ്പിംഗ് ആൻഡ് പെയിൻ ഇൻ ദ റെക്റ്റം. പിന്നെ നമ്മൾക്ക് അനീമിയ എന്ന് പറഞ്ഞപ്പോൾ അനീമിയൻ്റെ മറ്റ് സിംറ്റംസ്, ഹാർട്ടിലും സിംറ്റംസ് ഉണ്ടാവും, ചെസ്റ്റിലും സിംറ്റംസ് ഉണ്ടാവും. ഹാർട്ടിന് സിംറ്റം അനീമിക്കായ പേഷ്യൻ്റ് എങ്ങനെയായിരിക്കും? അനീമിക്കായ പേഷ്യൻറ്റിൽ സ്വതവേ ബ്ലഡിനകത്ത് ഓക്സിജൻ കുറവാണ്. അതുകൊണ്ട് തന്നെ അവരിൽ പാൽപിറ്റേഷൻ അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവർക്ക് എപ്പോഴും ഒരു ഇൻക്രീസ്ഡ് ഒരു പാൽപിറ്റേഷൻ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ആക്ടിവിറ്റി വല്ലാണ്ട് കൂടുതലായിട്ട് ഫീൽ ചെയ്യും. എ ബില്ലോ സൗണ്ട് ഓഫ് ദ ഹാർട്ട് ആൻഡ് അനീമിക് മർമർ ഓഫ് ദ ആർട്ടറീസ് ആൻഡ് വെയിൻ. മർമർ ഓഫ് ആർട്ടറീസ് ആൻഡ് വെയിൻ. പിന്നെ ചെസ്റ്റിലെ സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫീലിംഗ് ഓഫ് ഒപ്രഷൻ, ചെസ്റ്റിൽ എപ്പോഴും ഒരു ഫീലിംഗ് ഓഫ് ഒപ്രഷൻ ആൻഡ് സ്പിറ്റിംഗ് ബ്ലഡ് വിത്ത് ഫ്ലൈയിങ് പെയിൻസ് ഇൻ ദ ചെസ്റ്റ് റിലീവ്ഡ് ബൈ സ്ലോലി വാക്കിംഗ് അബൌട്ട്. അപ്പോൾ ഹാർട്ടിൽ മർമേഴ്സൊക്കെ ഉണ്ടാവും, ആർട്ടറിയിലും വെയിനിലൊക്കെ മർമേഴ്സ് ഉണ്ടാവും, പാൽപിറ്റേഷൻസ് അനീമിയയിലുള്ളതാണ്. എന്താണ് ലീസ്റ്റ് എക്സേഷനകത്ത് ഇവർക്ക് ഭയങ്കര പാൽപിറ്റേഷൻ ആയിരിക്കും. പിന്നെ ചെസ്റ്റിൽ വരുന്ന വേറെ സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഒരു ഹെമറേജ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഹീമോപ്റ്റൈസിസും വരും. ഹെമറേജ് എന്ന് വെച്ചാൽ ബ്ലീഡിങ് ഫ്രം എവരി ഓറിഫൈസ്, ഞാൻ പറഞ്ഞു മൗത്ത്, നോസ് എല്ലാം ഇവർക്ക് ബ്ലീഡിങ് ഫ്രം എവരി ഓറിഫൈസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഹീമോപ്റ്റൈസിസ്, അതായത് സ്പിറ്റിംഗ് ഓഫ് ബ്ലഡ് വിത്ത് ഫ്ലൈയിങ് പെയിൻ ഇൻ ദ ചെസ്റ്റ് റിലീവ്ഡ് ബൈ വാക്കിംഗ് സ്ലോലി. എല്ലാ സിംറ്റംസും ഇവർക്ക് ലൈറ്റ് സ്ലോ മോഷൻ അമിലറേഷൻ, റെസ്റ്റ് അതല്ലെങ്കിൽ സിറ്റിംഗ്, ഇതെല്ലാം ഇവർക്ക് അഗ്രവേഷനാണ്. പക്ഷേ ഈ സിറ്റിങ്ങും പേഷ്യൻ്റ് ബേസിക്കലി വെരി വീക്കാണ്. പേഷ്യൻ്റ് ഈസ് വെരി വീക്ക് ആൻഡ് പ്രോസ്ട്രേറ്റഡ് ആണ്. പക്ഷെ എന്നാൽ പോലും ഇവർക്ക് അമിലറേഷൻ എന്ന് പറയുന്നത് മോഷനാണ്. പിന്നെ ഹെമറേജിക് ആയിട്ടുള്ള എല്ലാ ഹെമറേജിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ് എന്ത് നമ്മൾക്ക് ഡ്രോപ്സി ഉണ്ടാകുന്നത്.
അപ്പോൾ ഡ്രോപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഡിമ. അപ്പോൾ ഡ്രോപ്സി ആഫ്റ്റർ ലോസ് ഓഫ് വൈറ്റൽ ഫ്ലൂയിഡ്, ചൈന വരും. അബ്യൂസ് ഓഫ് ക്യുനൈൻ, ആൾസാൽബിൻ, നാട്രമൂർ, പൾസാറ്റ്ല, സിപ്പിയ. പിന്നെ ഡ്രോപ്സി ആഫ്റ്റർ സപ്രസ്ഡ് ഇൻ്റർമിറ്റൻറ്റിന് കൊടുക്കുന്ന മെഡിസിനാണ് ഈ ക്യുനൈൻ്റെ ഒക്കെ ഓവർ ഡ്രഗിങ്ങിന് ഇതായിട്ട് കൊടുക്കുന്നതാണ് ഫെറം. അതിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ ചിൽ ഫീവർ വിത്ത് വെരി റെഡ് ഫേസ്. ഈ മൊഡാലിറ്റീസ് അഗ്രവേഷൻ അറ്റ് നൈറ്റ് ഞാൻ പറഞ്ഞു. GIT സിംറ്റംസ് അഗ്രവേഷൻ അറ്റ് നൈറ്റ് ടുവേർഡ്സ് മോർണിംഗ് വൈലറ്റ് റസ്റ്റ് വെൻ സിറ്റിംഗ് ക്വയറ്റ്ലി ആൻഡ് ഡ്യൂറിങ് മെൻസസ് അഗ്രവേഷനാണ്. ഹെഡേക്കെല്ലാം ഒരു ഇതിൻ്റെ കൂടെ മെൻസസിൻ്റെ കൂടെ ഉണ്ട്. അമിലറേഷൻ ബൈ സ്ലോ മോഷൻ ആൻഡ് ഫ്രം വാക്കിംഗ് സ്ലോലി അബൌട്ട് ആൻഡ് ഇൻ സമ്മർ. ഈ കോംപ്ലിമെൻ്ററി ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ ചൈനയ്ക്ക് ഇവിടെ